ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒത്തിരി മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി ധൈര്യമായിരുന്നു എനിക്ക്. ആൾക്കാരെല്ലാം പൈസ എടുക്കാനായിട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ ഈ കാശ് രൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല അവസരങ്ങളിലും അമ്മ മാതാവ് നേരിട്ട് വന്നെന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ഒത്തിരി വിഷമിച്ചും പ്രായമുള്ളവരൊക്കെയാണ് ഒത്തിരി വിഷമിച്ചും പൈസ എടുക്കാനൊക്കെ വരുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസം പറഞ്ഞ് മാറ്റി വിടും, അത് കയ്യിലുള്ളതുപോലെ കുറച്ചൊക്കെ കൊടുക്കും. അപ്പോഴൊക്കെ അവർ കുറച്ചൊന്ന് ഉടമ്പടിയിലൊരു 1-2 മാസമായപ്പോൾ തന്നെ അത് മാറ്റം സംഭവിച്ചു തുടങ്ങി. ആൾക്കാരുടെയൊക്കെ മനസ്സിനെ മാതാവ് ഭയങ്കരമായിട്ട് ക്രമീകരിച്ചു. അവരുടെ ആവശ്യങ്ങളും നടത്തുന്നുണ്ട്. കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാൻ, ലോൺ അടയ്ക്കുന്നവരാണേലും അത് അടയ്ക്കാൻ, നേരത്തെയൊക്കെ നമ്മൾ ലോൺ അടയ്ക്കാൻ വിളിക്കുമ്പോൾ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്. നമ്മളോട് ബാങ്ക് പൊട്ടിയില്ലേ പിന്നെന്തിനാ ഞാൻ പൈസ അടയ്ക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ പറയും. സാധാരണ മനുഷ്യരാണ്. അതേയോടൊപ്പം കല്യാണക്കാർ, ഹോസ്പിറ്റൽക്കാർ, അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പൈസയ്ക്ക് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരത്തിലൊക്കെ പലരും ലോൺ അടയ്ക്കാൻ മുന്നോട്ട് വരും. അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ, അമ്മയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരിക്കലും കിട്ടുകയില്ലെന്ന് പറയുന്ന ലോൺ പോലും ചില അവസരങ്ങളിൽ നമുക്ക് പൈസ വന്ന് നമുക്ക് അവിടെ ബാങ്ക് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം മനസ്സിനെ ക്രമീകരിച്ചും ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറേ സാധിച്ചു കൊടുത്തും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ സമാധാനപരമായിട്ട് ബാങ്ക് മുന്നോട്ട് പോകുന്നു. അതിന് അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു.